25,000-ഓളം കുട്ടികളെയാണ് കൊന്നൊടുക്കിയത്. ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ല. മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുക. പട്ടിണി കൊണ്ട് വലയുന്ന മനുഷ്യർ ഉറക്കെ കരയുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. വിമാനത്തിൽ ഭക്ഷണപ്പൊതികൾ ഇങ്ങനെ താഴേക്ക് എറിഞ്ഞു കൊടുക്കും. ദുർബലരായ മനുഷ്യർ, ദുർബലരായ കുട്ടികൾ, എത്രയോ ദിവസങ്ങൾ പച്ചവെള്ളം കുടിച്ചു മാത്രം ജീവിച്ച കുട്ടികൾ ആ ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ഓടുമ്പോ അവരുടെ തലയിലേക്ക് ആ ഭക്ഷണപ്പൊതി വീണ് ആളുകൾ മരണപ്പെട്ടു. ആകാശത്ത് നിന്ന് എറിഞ്ഞുകൊടുക്കുന്ന ഭക്ഷണപ്പൊതി തലയിൽ വീണ് മരണപ്പെട്ട മനുഷ്യരുടെ നാടാണ് ഗസ. അത്രയും വലിയ ക്രൂരതയാണ്, നരമേധമാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്ത് നടക്കുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരായി ലോക മനസാക്ഷി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യരും ഇസ്രായേലിനെതിരായി ശക്തമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയൊഴികെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ വിമർശിക്കുന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു. ഗസയോട് പടപൊരുതി ജയിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഒറ്റപ്പാലം വരെ നീളമുള്ള ഒരു ദേശം, ആമയൂർ വരെയും പുലാമന്തോട് വരെയും വീതിയുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ കൊന്നൊടുക്കാൻ എന്ത് പണി ഇസ്രായേലിന്? മുട്ടുകയാണെങ്കിൽ മുട്ടേണ്ടവരോട് മുട്ടണ്ടേ ഇസ്രായേൽ? നമ്മൾ നാട്ടിൻപുറത്ത് പറയും, ദുർബലനെ കീഴടക്കുക എന്ന് പറയുന്നത് ഗുസ്തിക്കാരന്റെ യഥാർത്ഥ ശക്തിമാന്റെ അടയാളമല്ല. കളിക്കേണ്ടവരോട് കളിച്ചാൽ കളി പടിയും. അതാണ് ഇസ്രായേലിന് ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചത്. എന്റെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവർ തുടർന്നില്ല? തുടരാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. തുടർന്നാൽ കനത്ത നഷ്ടം തങ്ങൾക്കുണ്ടാകും എന്ന ഉത്തമ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഈ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് ഇസ്രായേലിനെതിരായിട്ട് സ്വീകരിച്ചിരുന്നു. അതിന്റെ കൂടി വെളിച്ചത്തിലാണ് അവര് ഇസ്രായേൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ ഒരു ലോക സാഹചര്യം രൂപപ്പെട്ടു വരാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? പാലസ്തീന്റെ പ്രശ്നം മാത്രമല്ലല്ലോ മധ്യപൗരസ്ത്യ ദേശത്ത് സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടില്ലേ? തൂക്കിലേക്കപ്പെട്ടില്ലേ? ഇറാഖിലേക്ക് അമേരിക്കയുടെ സൈന്യം പോയില്ലേ? അഫ്ഗാനിസ്ഥാനിലേക്ക് ബിൻ ലാദനെ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പടയെ പറഞ്ഞയച്ചില്ലേ? സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ടുള്ള സംഘടനയുടെ നേതാവായി കഴിഞ്ഞ 40 കൊല്ലം ലിബിയ ഭരിച്ചുകൊണ്ടിരുന്ന മുഅമ്മർ ഗദ്ദാഫിയെ ഭരണത്തിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കി അങ്ങാടിയിലൂടെ നടത്തിച്ച് പിച്ചാത്തി കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി മലർത്തി ഒരു ഇറച്ചിക്കറയുടെ ഫ്രീസറിൽ മുഅമ്മർ ഗദ്ദാഫിയെ കെടുത്തിയ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? എന്തായിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനം? 1990-കളിലാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തിരോഭവിക്കുന്നത് 90-കളിലാണ്. 90-കളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അസ്തമിക്കുകയും ചെയ്തപ്പോ അമേരിക്ക ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇനി വരാൻ പോകുന്നത് സമാധാനത്തിന്റെ നാളുകളാണ്. കുഴപ്പക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് റഷ്യയും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി സമാധാനത്തിന്റെ നാളുകളാണ് ലോകത്ത് വരാൻ പോകുന്നത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കമ്മ്യൂണിസ്റ്റ് ചേരി അമേരിക്കയുടെ മുതലാളിത്ത ചേരിക്ക് ബദലായി ഈ ലോകത്ത് നിലനിന്നിരുന്നു എങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ പിടികൂടുന്നത് പോലെ ഒരു പെരുന്നാൾ ദിവസം സദ്ദാം ഹുസൈനെ പിടികൂടുകയും മറ്റൊരു പെരുന്നാൾ ദിവസം ലോകം കാണെ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുകയും ചെയ്യുന്ന സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഇറാഖിലേക്ക് ഒരു കാരണവശാലും അമേരിക്കക്ക് പടയെ പറഞ്ഞയക്കാൻ ധൈര്യം വരുമായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് ചേരി ശക്തമായിരുന്നെങ്കിൽ. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ 1972-ൽ രണ്ടാം പാക് യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു. പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു. പാകിസ്ഥാനെ പിളർത്തി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി.
മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിലിടപെടുകയും മുജീബ് റഹ്മാൻ എല്ലാ പിന്തുണയും ഇന്ത്യ നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ വിജയത്തിന്റെ ചിഹ്നമായി പാകിസ്ഥാന്റെ പിളർപ്പ് ഇന്നും ചരിത്ര താളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യ ആ യുദ്ധത്തിൽ ജയിച്ചത്? നമുക്കെങ്ങനെയാണ് ജയിക്കാൻ സാധിച്ചത്? ആ യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ്, നിമിഷത്തിലാണ് സോവിയറ്റ് യൂണിയൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ തലപ്പത്തിരുന്ന സോവിയറ്റ് യൂണിയൻ എന്നും ഇന്ത്യ ആ കമ്മ്യൂണിസ്റ്റ് ചേരിയോട് താതാത്മ്യപ്പെട്ടു നിന്നു. അവര് പറഞ്ഞു, അമേരിക്ക ഇതിലിടപെട്ടാൽ ഞങ്ങൾ ഞങ്ങളുടെ കപ്പൽ പടയെ ഇതങ്ങോട്ട് അയക്കാൻ വേണ്ടി പോകുന്നു. ആ ഒരൊറ്റ പ്രഖ്യാപനത്തിന്മേലാണ് അമേരിക്ക നിന്നുപോയത്.